ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഗ് ബോക്സ് എന്ന് പറയുന്ന ഒരു സ്നാക്സാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കുറേ ടൈമായി കിടന്ന് ചിന്തിക്കുന്നത് ഇന്ന് എന്താക്കണം. മുട്ടയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, മുട്ട നിറച്ചത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ട നിറച്ചതിൻ്റെ മസാല പോലെ തന്നെയാണ്, ഏകദേശം അതിൻ്റെ മസാല തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ കവറിങ് ഞാൻ ഇന്ന് ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഈയിടെ ക്രിസ്പി ചിക്കൻ റോൾ ആക്കിയത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള അതേ ഒരു ഷീറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഷീറ്റിനുള്ളിൽ നമ്മൾ ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പപ്സൊക്കെ ഉണ്ടാവും, ചിക്കൻ പപ്സ്, എഗ് പപ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഏകദേശം അങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇത് നമ്മൾ നല്ല ക്രിസ്പി ഉണ്ടാവും, കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുട്ട പൊങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മുട്ടയൊക്കെ പൊങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കാമ്പ് അടർത്തിയെടുക്കണം. അപ്പോൾ ഇതാ മസാലയൊക്കെ റെഡിയായി അതിൽ ഞാൻ കാമ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള മാവാണ് കേട്ടോ. ഇത് ഞാൻ മിന്നാന്ന് തയ്യാറാക്കിയ അതേ സെയിം പ്രൊസീജിയറാണ്. ഒരു മുട്ട എടുത്തു, ഒരു കപ്പും അതിൽ കുറച്ചധികവും മൈദപ്പൊടി എടുത്ത്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കോൺഫ്ലോറും കൂടി ഇട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇതിൻ്റെ ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കേണ്ടത് കേട്ടോ. പിന്നെ ഇത് മിന്നാന്ന് ഞാൻ അതിൽ കാണിച്ചുകൊണ്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് പിന്നെ ഒന്നും കൂടി കാണിക്കേണ്ട വിചാരിച്ചു. അത് വേണ്ടവർ ആ വീഡിയോ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ആക്കി വെക്കേണ്ട പാത്രങ്ങളും പാനും ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചുടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് ഈ 2 ഷീറ്റുകൾ ഇങ്ങനെ നീളത്തിൽ നമ്മൾ സമൂസ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് അതുപോലെ ഇങ്ങനെ അത്ര നീളം വേണ്ട, അത്യാവശ്യം നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ സെൻട്രൽ പോർഷനിൽ ഈ ഒരു മാവ് തന്നെ ഒട്ടാൻ വേണ്ടി തേച്ച് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട്, അതായത് പ്ലസ് ചിഹ്നം പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മളിനി മസാല വെക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ മുട്ട പപ്സിന് ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ മസാല വെക്കാം. മുട്ട പപ്സിന് കാമ്പ് അടർത്തൂലല്ലോ, മുട്ടക്കന്നെ ഉണ്ടാവുക. ഇത് നമ്മൾ മുട്ട നിറച്ചൊക്കെ ആക്കുന്ന പോലെ മാറ്റിയെടുത്തിട്ട് മസാലയിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിത് മുട്ടൻ്റെ വെള്ള ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ മസാലേൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മളിത് ബോക്സ് ആക്കിയിട്ട് ഇതിനെ അടക്കും കേട്ടോ. അത് ഒരു സൈഡ് അടക്കും. അപ്പം എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദ തേച്ച് കൊടുക്കണം. ഞാൻ തേക്കാൻ വിട്ടു കഴിഞ്ഞിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ഒട്ടാൻ വേണ്ടിയിട്ട് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേമാതിരി അതിൻ്റെ മുകളിൽ തേച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് ബോക്സിൻ്റെ, അതായത് മുട്ടപ്പെട്ടിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പം സമയം 5:30 ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂൾ കഴിക്കണമെങ്കിൽ ഒരു 6:15 പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് പൊടിക്കുന്നത് എങ്ങനെ കാണാം.
റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ഇപ്പോൾ ബാങ്ക് കൊടുക്കട്ടെ, കുറച്ച് സമയമുള്ളൂ, 2-3 മിനിറ്റ് ബാക്കിയിടും. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ക്രിസ്പി എഗ് റോളാണ് കേട്ടോ. ഒരു പീസ് കടിച്ച് അടിപൊളി ഉണ്ട് കേട്ടോ.